ആത്മീയ പ്രഭവരത്തിയ ഒരു നൂറ്റാണ്ട് വിശുദ്ധിയുടെ വിഹായസ് വിരിച്ച് കേരളീയ മുസ്ലിം ഉമ്മത്ത് കാത്തുസൂക്ഷിച്ച വിപ്ലവകാർ സമസ്തയുടെ ജംഇയ്യത്തുൽ ഉലമ അന്ന് വടക്കിൽ മുന്നക്കോയത്തങ്ങളും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും നട്ടു വളർത്തി ഷംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും തുടങ്ങി പ്രതിഭകളുടെ തണലുള്ള ഒരു നൂറ്റാണ്ട് ഒപ്പമുള്ള നേതാക്കൾക്ക് സ്റ്റേജിലേക്ക് വരാനുള്ള വഴിയൊരുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ജ്ഞാനാരാധനം നിർവഹിക്കുന്നു. സാദരം ഇഷ്ടം നിങ്ങളെ ഒരു സിംഹാസനം ഇത് മാറ്റോ നിന്റെ സംഘാടനം ഒരു സിംഹാസനം ഇത് മാറ്റോ പടയണി ചേരണം നിങ്ങൾ പോരണം നീനെ കാക്കണം ഒന്നായി കൈകോട്ടിടാം കേരണം കാണാതാരവം നൂറാം വാർഷികം നേരിൽ പടയണി ചേരണം നിങ്ങൾ പോരണം നീനെ കാക്കണം ഒന്നായി കൈകോട്ടിടാം. വിജ്ഞാന മഹാസാഗരത്തിന്റെ കടലാഴങ്ങളുടെ മഹാപണ്ഡിതന്മാർ നേതൃത്വം നൽകിയ സമസ്ത എന്ന ആത്മീയ നൗകയെ ഇസ്സത്തോടെ നയിക്കുന്ന 100ാം വാർഷികത്തിന്റെ നായകൻ തിരൂരിന്റെ ഹൃദയ കൊട്ടാരത്തിലേക്ക് ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് സയ്യിദുൽ ഉലമ മഹാനായ സയ്യിദുൽ ഉലമ ശൈഖുനാ എം.ടി. ഉസ്താദ് നമ്മുടെ നായകന്മാർ ഇങ്ങോട്ട് കടന്നു വരികയാണ്. വിജയത്തിന്റെ വഴികേടുകളുടെയും തീവ്രവാദത്തിന്റെയും മതരാഷ്ട്രവാദത്തിന്റെയും പൊയ്ക്കിനാവുകളുടെ കൂടെ ചേർന്ന് നിൽക്കാൻ മനസ്സില്ലെന്ന് ഉച്ചയിത്തരം പ്രഖ്യാപിച്ചുകൊണ്ട് നിഷ്കളങ്കരായ മഹാപണ്ഡിതന്മാരെ കൊത്തിവലിക്കാൻ
തക്കം പാർത്ത് കഴുകക്കണ്ണുകളുമായി ഒളിഞ്ഞു നോക്കുന്ന കരിക്കണ്ണന്മാരുടെ കണ്ണേറുകളെ പൂട്ടിക്കെട്ടാൻ ഇതാ കടന്നു വരുന്നു സയ്യിദുൽ ഉലമ. ഈ ഉമ്മത്തിന്റെ ആവേശം ഏറ്റെടുത്തുകൊണ്ട് സമസ്ത എന്ന നൗകയുടെ കപ്പിത്താൻ സയ്യിദുൽ ഉലമയെ ഈ മലപ്പുറം ജില്ലയുടെ ഹൃദയ കൊട്ടാരത്തിലേക്ക് സവിനയം സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. ഒരു നൂറ്റാണ്ടിന്റെ ചരിത്ര കൃതികൾ ഒരു രക്ഷയില്ലട്ടെ, കാണാൻ കണ്ടു പോകാൻ കഴിയില്ല. ഒരു രക്ഷയില്ല മോനെ. പ്രിയമുള്ള സഹോദരങ്ങൾ, എല്ലാവരും സീറ്റിലിരിക്കണം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികാഘോഷ പരിപാടികളുടെ പ്രചാരണ ഭാഗമായി തമിഴ്നാട് കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച് വിവിധ സ്വീകരണ കേന്ദ്രങ്ങൾ കടന്ന് മലപ്പുറം ജില്ലയിലെ തിരൂരിൽ നമ്മുടെ ജാഥയുടെ നായകൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സമാദരണീയനായ അധ്യക്ഷൻ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരു സമ്മേളനത്തിന് പ്രചാരണത്തിനു വേണ്ടി സംഘടിപ്പിച്ച ഈ യാത്രയുടെ സ്വീകരണ സമ്മേളനം ഇത്രമേൽ പ്രൗഢമാണെങ്കിൽ ആ മഹാസമ്മേളനത്തിലേക്ക് ഒഴുകിയെത്തുന്ന ജനസാഗരത്തെ കാസർഗോഡിന്റെ കുണിയെ ഉൾക്കൊള്ളാൻ കഴിയുമോ എന്ന് ആശങ്കപ്പെടുന്ന സന്ദർഭത്തിലും ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട മുഴുവൻ സഹോദരങ്ങളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം വേദിയിൽ എത്തിച്ചേർന്ന ജാഥാ നായകരെയും ഉപനായകരെയും ജാഥാംഗങ്ങളെയും അധ്യക്ഷനു വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളെ സാദരം അധ്യക്ഷനു വേണ്ടി ക്ഷണിക്കുന്നു. അതിന്റെ അധ്യക്ഷൻ